ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നും പറയുന്നത് പോലെ നല്ലൊരു ദിവസം ആവട്ടെ, പുതിയൊരു തുടക്കം ആവട്ടെ. പുതിയ മാസമാണ്, പുതിയ അനുഭവങ്ങളും വിജയങ്ങളും സന്തോഷങ്ങളും സമാധാനവും എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു മാസമാവട്ടെ ഫെബ്രുവരി. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മാസം കൂടെയാണ് അല്ലെ. എല്ലാ മാസങ്ങളും പോലെയല്ല, ദിവസങ്ങൾ കുറവുള്ള ഒരു മാസമാണ്. അപ്പോ ആ മാസത്തിനെ നമുക്ക് വളരെയധികം സ്നേഹിക്കാം, നന്നായിട്ട് വെൽക്കം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഒറാക്കിൾ സ്പ്രെഡുകൾ എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടാരോ അല്ല, ഒറാക്കിൾ കാർഡുകളും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ആണ് നോക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക. പിന്നെ എൻ്റെ കോഴ്സ് പുതിയ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ടാരോ അല്ല, ലൈഫ് കോച്ചിങ്. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസും അതിനെപ്പറ്റി ഡെഫിനേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പേജിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ റീഡിങ്ങും ഒക്കെ ആയിട്ട് കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ചില ആളുകൾ എന്നോട് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണോ എന്നറിയില്ല. അവര് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ടൊന്നും പറയാൻ അയക്കാതെ ഇങ്ങോട്ട് കുറെ സംസാരിച്ചിട്ട് അവരുടെ കാര്യം പറഞ്ഞു തീർത്ത് അവർ കട്ട് ചെയ്യും. അവര് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ സമാധാനത്തിന് വേണ്ടി ആരെങ്കിലും ഒരാൾ കേൾക്കാൻ എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നമ്മളെയും കൊണ്ടൊന്ന് പറയാൻ അനുവദിക്കുക. വിളിക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ പോലെ ഇങ്ങോട്ട് മാത്രം പറഞ്ഞ പോരാ, അങ്ങോട്ട് പറയണതും കേൾക്കണം. അവർക്ക് ഗൈഡൻസിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. അവരുടെ ഒരു സന്തോഷം എന്നെ പറഞ്ഞു കേൾപ്പിക്കുക, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോൺ കട്ട് ചെയ്തു പോയി. പോട്ടെ, അവരുമായിട്ട് എന്തെങ്കിലും ഒരു കർമ്മ കണക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നിരിക്കും. അത് അവിടെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഓരോ കാർഡുകളായിട്ട് എടുക്കാം. ആദ്യം ഭഗവതിയുടെ കാർഡ് തന്നെ നോക്കാം. ദേവി നിങ്ങളോട് എന്തൊക്കെയാണ് പറയണത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ചിന്മഷ്ടാ ദേവി എന്ന് പറയുന്ന ദേവിയുടെ കാർഡാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, ചിന്മഷ്ടാ ദേവി എന്ന് പറഞ്ഞ പല വിച്ഛേദിക്കപ്പെട്ടിട്ടും അവര് ജീവിച്ചു അല്ലെ. അവരുടെ ബ്ലഡ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട്, അതായത് സ്വന്തം രക്തം കൊടുത്തിട്ട് പോലും അവരെ കൂടെ നിൽക്കുന്ന ആളുകളെ അവര് സംരക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ ചിന്മഷ്ടാ ദേവിയുടെ എനർജിയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് നിങ്ങളുടെ രക്തം ഊറ്റിക്കൊടുത്ത് നിങ്ങൾ കുറെ പേരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും. നിങ്ങളെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾ മരിക്കാതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ചിന്മഷ്ടാ ദേവിയിലൂടെ തരുന്നത്. ഇതിന്റെ തത്വം എന്ന് പറയുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നത്, പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും നിങ്ങൾ ബാധ്യസ്ഥരായതിനാൽ കടമകൾ നിർവഹിക്കാൻ ആത്മസമർപ്പണം ചെയ്യുക. അതായത് ജനിച്ചുപോയി നിങ്ങൾ, അപ്പോ ഇവിടെ നിങ്ങൾ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മസമർപ്പണം ചെയ്യുക. നിങ്ങളെ തന്നെ സമർപ്പിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതല്ലേ, അങ്ങനെയാണ് ഇവിടെ ദേവി പറയുന്നത്. കാരണം ദേവി ആത്മസമർപ്പണം ചെയ്യുന്നു. ദേവിയുടെ ശിരസ് വിച്ഛേദിക്കപ്പെട്ടിട്ട് പോലും ദേവി എന്താ ചെയ്യുന്നത്? അവരുടെ എനർജി ബ്ലഡിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചിന്മഷ്ടാ ദേവിനെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം ദേവി അതാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കുക, കടമയിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകരുത്. അന്ന് ആത്മസമർപ്പണം, നമ്മളെ തന്നെ സമർപ്പണം ചെയ്യുക എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. രണ്ടാമത് അംബികാദേവി ആണ് വന്നിരിക്കുന്നത്. അംബികാദേവി എന്താ പറയുക? ആശ്രയമില്ലാതെ നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല എന്ന അലസത ഉപേക്ഷിക്കുക. അതായത് നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങൾക്ക് ആശ്രയമില്ല, ആരും നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? തളർന്നിരിക്കരുത്. ദേവി ഉണ്ട് തുണ, ഭഗവാൻ ഉണ്ട് തുണ എന്നാ പറയുന്നത് അല്ലെ. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണാന്ന് നിങ്ങൾ പറയണത് കേട്ടിട്ടുണ്ടാവില്ലേ? അതേപോലെ ദേവി നിങ്ങൾക്ക് തുണയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അലസത ഉപേക്ഷിക്കുക. അപ്പൊ ചിലർ വിചാരിക്കുക എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് ചില കർത്തവ്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലുണ്ടാവും. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അലസത ഉപേക്ഷിക്കുക എന്നാണ് ഈ ദേവി
നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കർത്തവ്യം, അതൊരു കോമ്പിനേഷൻ സ്പ്രെഡ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ ചിമ്മസ്റ്റാദേവിയും എന്താ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കടമ നിർവഹിക്കുക, ആത്മസമർപ്പണം ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആരുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അലസമായി ഇരിക്കരുത്. നിങ്ങളുടെ കർമ്മല്ലേ, ഭഗവാനും അതല്ലേ പറഞ്ഞിരിക്കുന്നത്, കർമ്മം ചെയ്യുക, തന്നോട് ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ. നിങ്ങൾ കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ദേവി അക്ഷരാദേവി 3 മാസത്തിനുള്ളിൽ അറിവിന്റെ പുതിയ വാതായനം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ എന്തെങ്കിലും കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻക്വയറി നടത്തിക്കൊണ്ട്, നിങ്ങളിപ്പോ എല്ലാവരും ഒരു യാത്ര, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തേടിയിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാർഡിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം 3 മാസത്തിനുള്ളിൽ, അതായത് ഇന്നിപ്പോ ഫെബ്രുവരി 1, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോഴേക്കും നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ദേവി മുന്നിൽ കൊണ്ടുവന്ന് തുറന്നു തരും എന്നാണ്. അപ്പൊ ഈ മെയ് മാസത്തിലും ഇത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് കമന്റ് ഇടണം, അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഈ വീഡിയോയിൽ ഇടണം എന്നല്ല, അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇടണം. ഓക്കെ, അപ്പോ അതാണ് അടുത്ത ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ചണ്ഡികാദേവിയാണ്. ചണ്ഡികാദേവി എന്താ പറയുന്നത്, കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യം ഉണ്ടാക്കുന്നതെന്നും സ്വയം തിരിച്ചറിയാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം അല്ലെ, കാരണം മനുഷ്യരാണ് നമ്മൾ. അപ്പോ അതുകൊണ്ട് ദേഷ്യം എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കോപം, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞ് ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ പരിഹാരമാണ്. കോപം ഭൂഷണമല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആഭരണമല്ല, അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമല്ല, പരിഹാരമാണ് ഏറ്റവും നല്ലത് എന്ന്. അത് ഐക്യം കൊണ്ടുവരുന്നത് തിരിച്ചിപ്പോ റീയൂണിയൻ ഉണ്ടാവണമെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ നിങ്ങൾ നിലവിളിച്ചിട്ടോ അവരെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതിന് എന്താണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് അത് റീയൂണിയൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്ന പരിഹാരങ്ങളാവാം, അല്ല നിങ്ങൾ തന്നെ കോംപ്രമൈസ് ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണെങ്കിലും ഇതൊക്കെയാണ്. അല്ല നമ്മുടെ പരിഹാരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക, നമ്മൾ അതിനുള്ള കാര്യം. നിങ്ങൾ റീഡിംഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾ ഇവിടുന്ന്, നിങ്ങളിപ്പോ പറയും, ചില ആൾക്കാർ പറയേണ്ടത് ഞങ്ങൾ 2-3 സ്ഥലത്തുനിന്ന് റീഡിംഗ് കണ്ടു, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ അത് അവരെന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് അവരുടെ എനർജി കണക്ട് ചെയ്തിട്ടല്ലേ പറഞ്ഞത്. നമ്മുടെ എനർജിയും നിങ്ങളുടെ എനർജിയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രമാണ് പരിഹാരം എന്നുള്ള രീതിയിലേക്ക് പോവുള്ളൂ. അപ്പൊ അത് താല്പര്യമുള്ളവര് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാർഡ് എന്താണ് നിങ്ങളുടെ ലവില് പറയുന്നത് എന്ന് നോക്കാം. ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, ഈ ഫെബ്രുവരി മാസത്തില് ഭഗവാൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഹരേ കൃഷ്ണ. എൻ്റെ വ്യൂവേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്നതിന് എനിക്ക് വളരെയധികം നന്ദി. നാരായണ 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 നാരായണ. രാധാകൃഷ്ണൻ, നിങ്ങൾ നിങ്ങളുടെ ആത്മസഖിയെ കണ്ടെത്തുന്നതാണ്. പ്രപഞ്ചം അതിനു വേണ്ടി ചില സൂചനകൾ തരുന്നു. അത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സ് ചില സൂചനകളൊക്കെ തരുന്നുണ്ട്, അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് എന്താ പറയാ, കൃഷ്ണൻ. വിഷാദമായ പ്രണയം നിങ്ങൾക്ക് നൽകിയ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രണയിച്ചിരുന്നില്ല. അപ്പൊ ഇത് എന്താ പറയണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 2 കാര്യങ്ങള് എന്താ പറയണെന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കൃത്യമാണല്ലേ, നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത് മേ ബി പകുതിയിലധികം ആളുകളും ചീറ്റിംഗ് ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരോട് ദൈവം ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെ വന്ന് പറയാണ്, വിഷാദകരമായ പ്രണയം നിങ്ങൾക്ക് നൽകിയ വ്യക്തി, അതായത് വിഷമമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രണയത്തിലൂടെ നിങ്ങൾ എല്ലാവരും കടന്നു പോയിരിക്കുന്നത് അല്ലെ. അപ്പോ അത് വന്ന ആള് നിങ്ങളെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, പ്രണയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്കൊരു ഏകദേശ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ അത് 2 കാർഡായി. ഇനി നമുക്ക് ഒരു ഏഞ്ചൽ കാർഡ് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയണത് നോക്കാം. ഡിയർ ഏഞ്ചൽസ്,
എൻ്റെ വ്യൂവേഴ്സിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകണേ. 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കോംപ്രമൈസിന് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോ കോംപ്രമൈസിന് ശ്രമിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ, അതായത് മറ്റാളുകളുടെ സഹായം തേടുക, സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ സഹായം തേടുക എന്നാണ് പറയുന്നത്. സഹായിക്കാൻ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ഹീലേഴ്സ് ആണെങ്കിലും അതെ റീഡേഴ്സ് ആണെങ്കിലും നിങ്ങളെ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ പർപ്പസ്. ഓക്കെ, അപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ സഹായം തേടുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. ഇതൊന്നും നമുക്കൊരു ഗൈഡൻസ് ആയിട്ടേ തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് കേട്ടോ. അതിലൊന്നും നമുക്ക് ആരെയും നിർബന്ധിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടാരോന്ന് ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കാം. അത് ഫെബ്രുവരി മാസത്തെ എന്താണ് നിങ്ങളുടെ ഫലമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയണം. ഞാൻ അത് ആദ്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും ഞാൻ അധികം പറയാറില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ എനർജിയും എന്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വളരെ നല്ല കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ദ സണ്ണ് കണ്ട് ഏറ്റവും പോസിറ്റീവായ കാർഡാണ്. മജീഷ്യൻ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആഗ്രഹ സാഫല്യം, ഭഗവതി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനും സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. സണ്ണാണ് വന്നിരിക്കുന്നത്. സൺ എന്താ പറയുന്നത്? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പോ ഉള്ള ആ ഒരു ഇരുട്ടിൽ നിന്ന് ഒരു നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടിയവർക്ക് സൂര്യ നമസ്കാരം ചെയ്യാം, ഗായത്രി ജപിക്കാം, സൂര്യഗായത്രി ജപിക്കാം, അതേപോലെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം, അതേപോലെ ഗോൾഡൻ സൺറൈസ് എന്നുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മാസം ഫുള്ളായി, ഫെബ്രുവരി ഫുള്ളായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഇതിന്റെ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുക, അല്ലെങ്കിൽ എന്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കുക. അതൊക്കെ എല്ലാം ഗൂഗിളിൽ ഉണ്ട്. എങ്ങനെയാണ് എന്താ ആദിത്യ ഹൃദയ മന്ത്രം എന്താണെന്നും ഗോൾഡൻ സൺറൈസ് എന്താണെന്നും സൂര്യ നമസ്കാരം എങ്ങനെയാ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട്. ഇനിയിപ്പോ അത് കണ്ടില്ലെങ്കിൽ മാത്രം നമ്മുടെ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാർഡ് വന്നിരിക്കുന്നത്. ഈ മാസത്തെ നിങ്ങളുടെ എനർജി ഇതൊക്കെയാണ്. അപ്പോ എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റീഡിംഗ് ആണ്. എനിക്ക് ഇന്ന് അങ്ങനെ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം സാധാരണ ടാരോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു ഇത് വരാറുണ്ട്. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. ഏറ്റവും നല്ലൊരു ആൾക്കാരാണ് ഇത് കാണുന്നത് എന്നാണ് എനിക്ക്. കാരണം നിങ്ങളുടെ എനർജിയാണ് ഞാൻ കണക്ട് ചെയ്തിട്ട് വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോ കാണുന്ന ആൾക്കാർ, കുറെ അധികം ആൾക്കാർ വിഷമങ്ങളും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ദൈവവിശ്വാസികളാണ് കൂടുതൽ പേരും എന്ന് ഒരു തോന്നൽ എനിക്ക് വരണം. അതുകൊണ്ടാണ് എനിക്ക് അത്ര ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോ ഈ റീഡിംഗ് കണ്ട, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയണം. നല്ലൊരു മാസം ആവട്ടെ. ഒന്നും കൂടെ ഞാൻ പറയണം, പുതിയ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവര്, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവര്, അവരൊക്കെ നമ്മുടെ ഈ നമ്പറിൽ കാണുന്നവര് വിളിക്കുക. നിങ്ങൾക്ക് അല്ല ഇനിയിപ്പോ കൗൺസിലിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കാം. എന്തിനും നമ്മൾ ഹെൽപ്പിംഗ് ആയിട്ട് നമ്മൾ കൂടെ ഉണ്ട്. ഇനിയിപ്പോ റേക്കി വന്ന് ഹീലിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും നമ്മളെ വിളിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനപ്പോ ഇന്ന് 1-ാം തീയതി എന്ന് പറയുന്ന ഈ വീഡിയോ എത്തുന്ന ദിവസം 1-ാം തീയതിയാണ് ഞാൻ ഭഗവാൻ സഹായിച്ച് ഞാൻ കൊട്ടാരക്കര ഗണപതി മൂലാധാര ചക്രം അല്ലെ, ഗണപതി അല്ലേ, അവിടേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ് നാളെ അവിടെ എത്തും. നാളെ മീൻസ് 2-ാം തീയതി അമ്പലത്തിൽ ഉണ്ടാവാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് ഉറപ്പ് തരികയാണ്. എൻ്റെ റീഡിംഗ് കാണുന്ന എന്നും കമന്റ് ഇടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും. അപ്പോൾ നല്ലത് വരട്ടെ. താങ്ക് യു.